നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം BFAയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ BFAയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ WCPO വന്നിട്ടുണ്ട്, പിന്നെ പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട്, എക്സൈസ് വന്നിട്ടുണ്ട്, ഫയർമാൻ വന്നിട്ടുണ്ട്, ഫയർഫോഴ്സ് ഡ്രൈവർ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് BFAനെ പറ്റിയിട്ട് നോക്കാം. അതായത് BFA ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും. അതായത് ഏത് ജില്ലയിലാണ് കൂടുതൽ നിയമനങ്ങൾ മുമ്പ് നടന്നിട്ടുള്ളത്, അപ്പോൾ അതനുസരിച്ചിട്ട് വേറെ ജില്ലയിലേക്ക് മാറ്റി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയ BFAയുടെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ BFA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാലറി വരുന്നത് 23,700 തൊട്ട് 52,600 വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ വരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് വൈസ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഓരോ ജില്ലയിലേക്കായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 571 ആണ്. 571/2025 കാറ്റഗറി നമ്പർ. അപ്പോൾ അത് 15/12 തൊട്ട് ഇന്നലെ തൊട്ട് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14/1 ജനുവരി 14 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ മുന്നത്തെ BFAയുടെ കാലാവധി ഏതാണ്ട് അവസാനിക്കാറായി. കുറെ ജില്ലകളിലേക്ക് അത് അവസാനിച്ചിട്ടുണ്ട്. 2026 ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ 2027ലേക്കും അതിന്റെ കാലാവധി വന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത എക്സാം തന്നെ നമുക്ക് വരും. ഉടനെ തന്നെ ഇതിന്റെ എക്സാം ഉണ്ടാകും. കാരണം എക്സാം കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞിട്ട് വേഗം തന്നെ ആപ്ലിക്കൻസിലേക്ക് എടുക്കേണ്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഇതിന്റെ എക്സാം ഉണ്ടാവും കേട്ടോ. അപ്പൊ മുന്നത്തെ ജില്ലകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം പോയിട്ടുള്ള ഒരു ജില്ലയാണ്. പിന്നെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം പോയിട്ടുള്ള ജില്ലകളാണ്. പിന്നെ നിയമനം കുറഞ്ഞു വന്നിട്ടുള്ളത് പത്തനംതിട്ട, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ഈ ജില്ലകളിലൊക്കെ, ഇടുക്കി ഇവിടെയൊക്കെ നിയമനങ്ങൾ കുറവാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിയമനങ്ങൾ കൂടി വന്നിരുന്നത് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ്. പിന്നെ നിയമനങ്ങൾ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് പത്തനംതിട്ട, വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിലാണ് കേട്ടോ. പിന്നെ ഇത് 18 തൊട്ട് 36 വയസ്സ് വരെയുള്ള ആർക്കും ഈ എക്സാം അപ്ലൈ ചെയ്യാവുന്നതും എഴുതാവുന്നതുമാണ്. മാത്രമല്ല പിന്നെ ഓരോ കാറ്റഗറി വൈസ് ഇതിന് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് OBC-കാർക്ക് 39 വയസ്സ് വരെയും SC-കാർക്ക് 41 വയസ്സ് വരെയും 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് SSLC പാസ്സായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ എക്സാം എഴുതാം കേട്ടോ. അതായത് ക്വാളിഫിക്കേഷൻ SSLC ആണ് എന്ന് വെച്ചാൽ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പാടില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. അതായത് SSLC പാസ്സായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ എക്സാം എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് PSC തുളസി എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. 14/1 ജനുവരി 14-ാം തീയതി വരെയാണ് ഇതിന്റെ ടൈം ഉള്ളത്. അപ്പോൾ 12 മണി വരെ, രാത്രി 12 മണി വരെ ടൈമുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണം. ഇനി വന്നിരിക്കുന്ന മറ്റ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ വന്നിരിക്കുന്ന മറ്റ് നോട്ടിഫിക്കേഷൻസ് ആണ് സിവിൽ എക്സൈസ് ഓഫീസർ 564/2025 കാറ്റഗറി നമ്പർ. അത് +2 യോഗ്യതയുള്ളവർക്ക് എഴുതാവുന്നതാണ് കേട്ടോ. പിന്നെ പോലീസ് കോൺസ്റ്റബിൾ 563/2025 പിന്നെ WCPO വുമൺ പോലീസ് ഓഫീസർ അത് 550/2025. പിന്നെ ഫയർമാൻ അത് 551/2025. പിന്നെ ഫയർഫോഴ്സ് ഡ്രൈവർ 552/2025. ഇതാണ് മറ്റ് നോട്ടിഫിക്കേഷൻസ് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മൊബൈൽ വഴി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ വെറും 1 മിനിറ്റിൽ തന്നെ നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഫിസിക്കലുള്ള എക്സാംസുകളാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ ഫിസിക്കൽ മെഷർമെന്റ്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കത് അത് നമ്മൾ എലിജിബിൾ ആവുള്ളൂ കേട്ടോ. അത് മാത്രമല്ല ചിലതൊക്കെ ബോയ്സിന് മാത്രം അപ്ലൈ ചെയ്യാം, മെയിൽസിനും വേണ്ടി മാത്രമായിട്ടുള്ളതുണ്ട്, ഫീമെയിൽസിനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിക്ക് ഉണ്ട്. അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ മൊബൈൽ വഴി ഒരു മിനിറ്റിൽ തന്നെ അപ്ലൈ ചെയ്യാം. അത് അതിനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അത് ടൈമൊക്കെ കളയേണ്ടത് തന്നെ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതായത് പറയാം ലാസ്റ്റ് ഡേറ്റ് എടുക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ PSC സൈറ്റിൽ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് കേട്ടോ. പണ്ട് ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാറുണ്ടല്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ എല്ലാം അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഇനി പുതിയ PSCയുടെ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ PSCയുടെ ക്ലാസ്സുകളും എല്ലാം ചാനലിൽ കൂടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ എങ്ങനെയാണ് പഠിക്കുന്നത് സ്റ്റഡി പ്ലാനും സ്റ്റഡി വ്ലോഗൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.